ഭാര്യയ്ക്ക് ഭർത്താവിൽ നിന്ന് കിട്ടേണ്ട അവകാശമാണ്, അത് നിവർത്തിച്ചു കൊടുക്കണം. അതിനൊക്കെ ഇസ്ലാം ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ രൂപത്തിലുള്ള അതിന്റെ എല്ലാ മര്യാദകളും പാലിക്കണമെന്ന് ഇസ്ലാം പറയുന്നു. ഇതൊക്കെ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അല്ലാഹുവിന്റെ റസൂൽ നിർദ്ദേശങ്ങളാണ്. അതേ അവസരം തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചിങ്ങോട്ടും പറഞ്ഞല്ലോ, എന്ത്? നിങ്ങൾ നിങ്ങളുടെ ഭർത്താക്കന്മാരുടെ മുമ്പിലാണ് ലോകത്തേതെങ്കിലും ഒരു ശക്തി മറ്റൊരു ശക്തിയുടെ മുമ്പിൽ സുജൂദ് ചെയ്യേണ്ടതെങ്കിൽ ഞാൻ സുജൂദ് ചെയ്യാൻ കൽപ്പിക്കുക ഒരു ഭാര്യയോട് ഭർത്താവിന്റെ മുമ്പിലായിരുന്നു. ആ ഒരൊറ്റ വാക്ക് മതി ഭാര്യയ്ക്ക് ഭർത്താവിനോടുള്ള കടമ അറിയാൻ. അത്ര ഗൗരവമാണ്, അത്ര ഗൗരവമാണ്. വളരെ കൃത്യമായി അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു. എന്താ പറഞ്ഞത്? അയ്യുമംറഅത്തിൻ മാതത് വസൗജുഹാ അൻഹാ റാദിൻ ദഖലത്തിൽ ജന്ന. ഒരു പെണ്ണ് മരിച്ചുപോയി, ഏത് സ്ഥിതിയിൽ? വസൗജുഹാ അൻഹാ റാദിൻ, ആ പെണ്ണ് മരിക്കുമ്പോ അവളുടെ ഭർത്താവിനെ അവളെ സംബന്ധിച്ച് തൃപ്തിയിലാണ്, അവളുടെ ഭർത്താവിനെ അവളെ പറ്റി പരാതിയൊന്നും പറയാനില്ലെങ്കിൽ ആ നിലക്കാണ് ഒരു പെണ്ണ് മരിച്ചു പോകുന്നതെങ്കിൽ ദഖലത്തിൽ ജന്ന, അവൾ സ്വർഗത്തിൽ പ്രവേശിച്ചിരിക്കുന്നു. ഇനിയും നിങ്ങൾ കേൾക്കൂ, അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ഇദാ സല്ലത്തിൽ മർഅതു ഖംസഹാ വസാമത് ശഹ്റഹാ വഹഫിളത് ഫർജഹാ വഅതാഅത് സൗജഹാ ഖീല ലഹാ ഉദ്ഖുലിയൽ ജന്ന മിൻ അയ്യി അബ്വാബിൽ ജന്നത്തി ശിഅതി. ഒരു പെണ്ണ് 5 നേരം നിസ്കരിക്കുകയും റമദാനിൽ നോമ്പനുഷ്ഠിക്കുകയും തന്റെ ലൈംഗികാവയവത്തെ ഹറാമിൽ നിന്ന് കാത്തു സൂക്ഷിക്കുകയും തന്റെ ഭർത്താവിനോട് അനുസരണം പാലിക്കുകയും ചെയ്തുകൊണ്ട് ജീവിച്ചാൽ ആ പെണ്ണിനോട് പറയപ്പെടുന്നതാണ്, സ്വർഗത്തിലേക്ക് പ്രവേശിച്ചോളൂ, സ്വർഗത്തിന്റെ ഏത് കവാടത്തിലൂടെയാണെങ്കിൽ കടന്നോളൂ എന്ന് പറയുന്നതാണ്. അപ്പൊ എന്താ? ഒരു ഭർത്താവിന്റെ തൃപ്തി നേടിയെടുക്കലാണ് പെണ്ണിന്റെ വലിയൊരു ഡ്യൂട്ടി. പടപ്പുകളുടെ കൂട്ടത്തിൽ ഒരു പെണ്ണ് ഏറ്റവും കൂടുതൽ നേടിയെടുക്കേണ്ടത് അവളുടെ ഭർത്താവിന്റെ തൃപ്തിയാണ്. എന്റെ മാതാപിതാക്കൾ കഴിച്ചാലിട്ടോ അത് വേറെ വിഷയമാണ്, മുമ്പ് വിശദീകരിച്ചതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, എന്താണ് ഒരു സ്ത്രീയുടെ യഥാർത്ഥ പെണ്ണിന്റെ ലക്ഷണം? ഫസ്സാലിഹാതു ഖാനിതാതുൻ ഹാഫിളാതുൽ ലിൽഗൈബി ബിമാ ഹഫിളല്ലാഹ്. സാലിഹത്തുകളായ പെണ്ണുങ്ങൾ എന്ന് പറഞ്ഞാൽ ഖാനിതാതുൻ, ഒതുക്കമുള്ള പെണ്ണുങ്ങളാകുന്നു, അടക്കമുള്ള പെണ്ണുങ്ങളാകുന്നു. അവർ കൃത്യമായി അവരുടെ സൂക്ഷിക്കേണ്ട കാര്യങ്ങളൊക്കെ സൂക്ഷിക്കുന്ന പെണ്ണുങ്ങളാകുന്നു. അത് റസൂല് വിശദീകരിക്കുന്നു. ഈ ദുനിയാവിൽ വെച്ച് ഒരു പുരുഷന് കിട്ടാനുള്ള ഏറ്റവും വലിയ സമ്പാദ്യം എന്തെന്നോ? ഒരു പുരുഷൻ ഈ ഭൂമിയിൽ വെച്ച് കിട്ടാനുള്ള ഏറ്റവും വലിയ സമ്പാദ്യം ഒരു സാലിഹത്തായ പെണ്ണിനെ കിട്ടലാണ്. ആ പെണ്ണിന്റെ ലക്ഷണം എന്താണെന്നോ? ഖൈറുൻ നിസാ, പെണ്ണുങ്ങളുടെ കൂട്ടത്തിൽ ഖൈറായ പെണ്ണാരെന്നോ? മൻ ഇദാ നളർത ഇലൈഹാ സർറതുക, നീ അവളെ നോക്കിയാൽ അവൾ നിന്നെ സന്തോഷിപ്പിക്കും. നീ അവളെ നോക്കിയാൽ അവൾ നിന്നെ വെറുപ്പിക്കല്ല, അവൾ നിന്നെ സന്തോഷിപ്പിക്കും. വൈദാ അമർതഹാ അതാഅതുക, നീ അവളോട് വല്ലതും കൽപ്പിച്ചാൽ അവൾ നിന്നെ അനുസരിക്കും. വഇദാ ഗിബ്ത അൻഹാ, നീ സ്ഥലത്തില്ലാതെയായി കഴിഞ്ഞാൽ ഹഫിളതുക, അവൾ നിന്നെ കാത്തുരക്ഷിക്കുന്നതാണ്, അവൾ പൊന്നുപോലെ സൂക്ഷിക്കുന്നവളാണ്. ഫീ നഫ്സിഹാ, നിനക്ക് മാത്രം ഹലാലായ അവളുടെ മേനിയുണ്ടല്ലോ, നിനക്ക് മാത്രം അർഹതപ്പെട്ട അവളുടെ ശരീരമുണ്ടല്ലോ, ആ ശരീരത്തിന്റെ കാര്യത്തിലും വമാലിക, നിന്റെ ധനത്തിന്റെ കാര്യത്തിലും അവൾ വളരെ സൂക്ഷ്മത പുലർത്തുന്നവളാകുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. ഈ ലക്ഷണങ്ങളാ വേണ്ടത് എന്നാണ്. എന്തൊക്കെയാ പറഞ്ഞത്? നീ അവളെ നോക്കിയാൽ സന്തോഷിപ്പിക്കണം നിന്നെ, അത് പെണ്ണുങ്ങൾക്ക് വേണ്ട ഒരു ലക്ഷണം. മറ്റുള്ളവരെ നോക്കിയാൽ സന്തോഷം തോന്നുക, പുതിയാപ്പളെ നോക്കിയാൽ ഒന്നുമില്ല, എന്നാ അങ്ങനെയാണ്. പേരന്റെ ഉള്ളിൽ അവളെ പോലെ എല്ലാരും നോക്കിയാൽ സന്തോഷം തോന്നുന്ന ആര്? കഴിച്ചെണ്ണായിക്കൊരു സന്തോഷമല്ല, ഓനിക്കാകെ സന്തോഷം പുറത്തേക്ക് ഇറങ്ങുമ്പോഴാ. അപ്പോഴാണെങ്കിലോ അപ്പോൾ സീറ്റ് കിട്ടിയതാവും ബസ്സിൽ രണ്ടാളും കൂടി ഒന്ന് ചേർന്നിരിക്കുമ്പോ കണ്ടക്ടർ ഒന്ന് എനിക്ക് പെണ്ണുങ്ങളെ സീറ്റാ, പെണ്ണുങ്ങളെ സീറ്റാ. പിന്നെ ആദ്യമായിട്ട് ഇവളെ കണ്ടപ്പോ ഒരു സന്തോഷം തോന്നിയ നിമിഷം അപ്പൊ ഒന്ന് കൂടി ചേർന്ന് ഇരുന്നതാ, വേറെ സന്തോഷമൊന്നുമില്ല. പെരിയിലെന്താ? പെരിയിൽ കരി വരേണ്ട ഒരു മാക്സിം മാറ്റി മണക്കുന്ന ഒരു കുപ്പായവും, അതുപോലെ തന്നെ അങ്ങേപ്പുറത്തും ഇങ്ങേപ്പുറത്തേക്കൊക്കെ പല രൂപത്തിൽ മണം വരുന്ന ഒരു തട്ടവും, ഈ ക്വാളിറ്റിയിലാണ് ഒരു രൂപാണ് വീട്ടിന്റെ ഉള്ളിൽ. പുറത്തിറങ്ങിയാലോ, പുറത്തേക്ക് ഇറങ്ങിയാൽ നല്ല നന്നായിട്ട് ഇങ്ങനെ സർറത്ത് ആരെയാ സന്തോഷിപ്പിക്കുന്നത്? മറ്റുള്ളവനെ സന്തോഷിപ്പിക്കുക. അവിടെ ഇങ്ങനെ പൗഡറൊക്കെ ഇട്ട് കൺമഷിയൊക്കെ പരട്ടി
ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട് ക്യൂടെക്സ് ഒക്കെ തേച്ച് പിന്നൊന്ന് അങ്ങട്ടാക്കി റൂഷ് മസ്കാര എന്തൊക്കെ ഒരുപാട് പേരുകളിലുള്ള സുഗന്ധ വർദ്ധിനികളുണ്ട്. ഒക്കെ ഉപയോഗിച്ച് അല്ലെങ്കിൽ സൗന്ദര്യ വർദ്ധിനികളൊക്കെ ഉപയോഗിച്ചിട്ടാ പുറത്തേക്ക് ഇറങ്ങണം. അപ്പൊ അങ്ങനെ ഇറങ്ങുമ്പോ ഇതാ നവർത്തയിലെന്ന് പറയുന്നത്, നീ അവളെ നോക്കിയാൽ അവൾ നിന്നെ സന്തോഷിപ്പിക്കും. നീ മാത്രമല്ല സന്തോഷിക്കണം, നാട്ടുകാരൊക്കെ സന്തോഷിക്കുക അവളെ കൊണ്ട് നോക്കിയിട്ട്. അത് വേണ്ട. പെണ്ണിന് വേണ്ടി പുരുഷൻ ഒരുങ്ങണം, പുരുഷന് വേണ്ടി പെണ്ണ് ഒരുങ്ങണം. അത് എവിടെയാ? പുറത്തല്ല, അകത്ത്. അകത്താ ഒരുങ്ങേണ്ടത്. ആഭരണമൊക്കെ നന്നായിട്ട് ഊരിയപ്പോ എവിടുന്ന്? അകത്തുണ്ട്. ഇത് അണിയലപ്പ പുറത്തേക്ക് പോകുമ്പോ ആർക്കായി ആഭരണം? നിന്റെ സീനത്ത് ആർക്ക് കാണിക്കാനുള്ളതാ? വിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ, വലാ യുബ്ദീന സീനതഹുന്ന ഇല്ലാ ലിബൂലതിഹിന്ന. അവരുടെ ഭർത്താക്കന്മാർക്ക് വേണ്ടിയല്ലാതെ അവരുടെ ആടയാഭരണങ്ങളെ അലങ്കാരങ്ങളെ അവർ വെളിവാക്കരുത്. അല്ലേ? അപ്പൊ അകത്ത് കയറിയ ഒക്കെ അയച്ചു വെച്ചു. പുറത്ത് അകത്ത് കയറിയ പൗഡർ ഇടുവോ? ഇല്ല. സുഗന്ധം ഉപയോഗിക്കോ? ഇല്ല. അകത്താറ് അനുവദിക്കപ്പെട്ടത്, പുറത്തേക്ക് പാടില്ല എന്നാ പറഞ്ഞത്. ഏതെങ്കിലും ഒരു പെണ്ണ് അടിച്ചു വീശുന്ന സുഗന്ധം ഉപയോഗിച്ച് പുറത്തേക്ക് ഇറങ്ങുന്നു. എന്തിനാ? ഞാൻ ഇറങ്ങുന്നുണ്ട് എന്ന് മറ്റുള്ളവരൊക്കെ ഒന്ന് കാണട്ടെ, എന്നിലേക്കൊന്ന് ആകർഷിക്കട്ടെ എന്ന ഉദ്ദേശത്തോടുകൂടി സുഗന്ധം ഉപയോഗിച്ചുകൊണ്ട് പെണ്ണ് പുറത്തേക്ക് ഇറങ്ങിയാൽ ഫഹിയ സാനിയ, ഫഹിയ സാനിയ, ഫഹിയ സാനിയ. റസൂൽ പറയണ്, അത് വേശ്യപ്പെണ്ണുങ്ങളുടെ സ്വഭാവമാണ്, അത് വേശ്യകളുടെ സ്വഭാവമാണ്. അവർക്കാണ് കസ്റ്റമറെ ആകർഷിക്കേണ്ടത്. നിനക്ക് ആകർഷിക്കേണ്ടത് നിന്റെ ഭർത്താവിനെയാണ്, അത് അകത്താവേണ്ടത്. ഇതാ ഇസ്ലാമിന്റെ നിയമം. അപ്പൊ ഇതാണ് സർവത്തുക്കാർ. നീ അവളെ നോക്കിയാൽ അവൾ നിന്നെ സന്തോഷിപ്പിക്കണം. അകത്ത് അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യണം. അകത്താണ് ഈ ഭർത്താവിന് ഇഷ്ടകരമായ വസ്ത്രം ധരിക്കേണ്ടത്. എന്തും ധരിച്ചോളൂ. ഭർത്താവിന് ഇഷ്ടകരമായ ഇസ്ലാമിക വിരുദ്ധമല്ലാത്ത മറ്റാരും കാണാത്ത നിലക്കല്ലേ, അവനവന്റെ ബെഡ്റൂമല്ലേ, ആ നിലക്ക് നിങ്ങൾ വസ്ത്രം ധരിച്ചോളൂ. വിമ്മിട്ടപ്പെടേണ്ടതില്ല, സന്തോഷിപ്പിക്കണം. അതുപോലെ തന്നെ ഭർത്താവിന്റെ കാര്യം ഇങ്ങോട്ടും അങ്ങനെ തന്നെയാണ്. ഭർത്താവിന് ഇങ്ങനെ നടക്കുന്നത് ഭാര്യമാർക്ക് അഭിപ്രായം ഉണ്ടാവും വീട്ടിൽ. ശരി, ഇസ്ലാമികമായിട്ട് തെറ്റല്ലാത്തതിലൊക്കെ നിങ്ങൾ ചെയ്തു, വിരോധമില്ല. അതേടൊപ്പം തന്നെ റസൂൽ പറയുന്നു, വൈദാ അമർത്തഹാ ത്വാഅതുക, നീ അവളോട് കൽപ്പിച്ചാൽ അവൾ നിന്നെ അനുസരിക്കണം. അതാ നല്ല പെണ്ണ്. എന്തു കൽപ്പിച്ചാലും അനുസരിക്കണോ? അത് വേണ്ട, അത് വേണ്ട. ലാ ത്വാഅത ലിമഖ്ലൂഖിൻ ഫീ മഅസിയത്തിൽ ഖാലിഖി. ഖാലിഖായ അല്ലാഹുവിനെ ധിക്കരിച്ചുകൊണ്ട് ഒരു മഖ്ലൂഖിനെയും ഒരാണും ഒരു പെണ്ണും അനുസരിച്ചു പോകരുത്. അതും പഠിച്ചു വെക്കണം പെണ്ണുങ്ങള്. ഭർത്താക്കന്മാർ നിങ്ങൾക്കെതിരെ ഹദീസോതും. എന്താ ഹദീസോദ? നല്ല പെണ്ണിന്റെ ലക്ഷണം അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് ഇദാ അമർതഹാ ത്വാഅതുക, ഞാൻ കൽപ്പിച്ച അനുസരിക്കണം എന്നാ. നിക്കി മൗലവി എവിടെ? ഇങ്ങോട്ട് ഹദീസോതുമ്പോ മൗലവിച്ച് ഇങ്ങോട്ട് ഓടിക്കൊടുക്കണം. നിങ്ങൾ അവിടെ നിക്കി. അങ്ങേപ്പുറത്ത് വേറെ ഹദീസുണ്ട്, ലാ ത്വാഅത ലിമഖ്ലൂഖിൻ, ഒരു മഖ്ലൂഖിനെയും അനുസരിച്ചു പോകരുത് ഫീ മഅസിയത്തിൽ ഖാലിഖി. ഖാലിഖായ അല്ലാഹുവിനെ ധിക്കരിച്ചുകൊണ്ട് ഒരു മഖ്ലൂഖിനെയും അനുസരിക്കരുത് എന്നാ അല്ലാഹു പറഞ്ഞത്. അങ്ങോട്ട് ഹദീസോദോ, ഞാൻ അങ്ങോട്ട് പോകും. അല്ലേ? തെറ്റായ ഒരു കാര്യത്തിന് വേണ്ടി ഭർത്താവ് ഭാര്യയോട് പറഞ്ഞാൽ അനുസരിക്കരുത്. പെണ്ണ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവൾ ഇസ്ലാമിന്റെ വേഷമൊക്കെ ധരിച്ചിറങ്ങുമ്പോൾ ഈ ചങ്ങാതി പറയണത് ഊരിവെക്കരുത്, അതൊന്നും എനിക്ക് കാണണ്ട, എനിക്ക് ആ തട്ടിടുന്നതും ആ വറുതൊന്നും എനിക്ക് പറ്റൂല. ഇനി സാരി ഉടുത്ത് അല്ലെങ്കിൽ മറ്റേ ഏതെങ്കിലും ഇവര് ചുരിദാർ എങ്ങനെ ഇവര് ഇബ്ലീസിന് ഇഷ്ടമുള്ള ഏതെങ്കിലും പുറത്തേക്കൊക്കെ കാണുന്ന നിലക്കുള്ളൊരു വസ്ത്രം പറയണവൻ. ഈ പെണ്ണൊരിക്കലും അനുസരിക്കാൻ പാടില്ല, അനുസരിക്കാൻ പാടില്ല. ഭർത്താവൊക്കെ തന്നെ അത് വേറെ വിഷയം, അനുസരിച്ചു പോകരുത്. അള്ളാഹുവിനോടാണ് കടപ്പാടുള്ളത്. ലാ ത്വാഅത ലിമഖ്ലൂഖിൻ ഫീ മഅസിയത്തിൽ ഖാലിഖി. ഖാലിഖായ അള്ളാഹുവിനെ ധിക്കരിച്ചുകൊണ്ട് ഒരു മഖ്ലൂഖിനെയും അനുസരിച്ചു പോകരുത്. അള്ളാഹ്ക്ക് വെറുപ്പുള്ള ഒരു കാര്യവും ഭർത്താവ് പറഞ്ഞാൽ അനുസരിച്ചു പോകരുത്. റൂമിന്റെ അകത്ത് വെച്ചാണെങ്കിലും പുറത്തു വെച്ചാണെങ്കിലും എവിടെയാണെങ്കിലും ഇസ്ലാം വിരോധിച്ച ഒരു ബന്ധത്തിന് നിർബന്ധിച്ചാൽ പാടില്ലാത്തതാണ്, പാടില്ല. വളരെ കൃത്യമായി അത് പഠിച്ചു വെക്കണം. ലാ ത്വാഅത ലിമഖ്ലൂഖിൻ ഫീ മഅസിയത്തിൽ ഖാലിഖി. പിന്നെ പറയുന്നത് വൈദാ ഗിബ്ത അൻഹാ ഹഫിളതക ഫീ നഫ്സിഹാ വമാലിക. നീ സ്ഥലത്തില്ലാതെയായാൽ നിന്റെ പെണ്ണ് അവളുടെ ശരീരവും നിന്റെ ധനവും അവൾ പൊന്നുപോലെ സൂക്ഷിക്കും. അത് നല്ല പെണ്ണിന്റെ ലക്ഷണമാണ്. അവളെ സംസാരത്തിൽ വരെ അത് പ്രകടമാവും. പെണ്ണുങ്ങളോട് എന്താ പറഞ്ഞു തരിയോ? വേറൊരാൾ സംസാരിക്കുമ്പോ വരെ വലാ തഖ്ലഅന ബിൽ ഖൗലി, വാക്കിൽ തേൻ പുരട്ടി സംസാരിച്ചു പോകരുത്. അങ്ങനെ സംസാരിക്കുമ്പോണ്ടല്ലോ ആവശ്യമില്ലാതെ ഇങ്ങനെ കൂടുതലൊന്ന് മയക്കി സംസാരിക്കുക, അത് വേണ്ട. എന്താ കുഴപ്പം? ഹൃദയത്തിൽ രോഗമുള്ള ചില മാനസിക രോഗികളുണ്ടാവും.
ആ മാനസിക രോഗികൾക്ക് ഇത് കേട്ടാ എന്തെങ്കിലും തോന്നിപ്പോവും. അങ്ങനത്തെ വർത്താനം പറയരുത് എന്ന് വിചാരിച്ചു അവിടെ കടിച്ചു കീറുന്ന വർത്താനം പറയണമെന്ന അല്ല. വഖുൽന ഖൗലൻ മഅറൂഫാ, സദാചാരത്തിന് നിരക്കുന്ന നിലക്ക് നല്ല സംസാരങ്ങൾ അവർ സംസാരിക്കട്ടെ. അഹിതമായിട്ടൊന്നും പറയരുത്. ആ ശൈലിയും ആ സംസാരവും സ്വരമൊക്കെ ശ്രദ്ധിക്കണം എന്ന് ഇസ്ലാം പറയുക. അതാണ് ഇസ്ലാം അവരോട് കൃത്യമായി പഠിപ്പിക്കുന്നത്. മാത്രമല്ല ഒരു ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം കുറ്റകരമല്ലാത്ത ഏതൊരു കാര്യത്തിന് വേണ്ടി അവർ ആവശ്യപ്പെട്ടാലും എത്രത്തോളം ഇദാ ദഅ റജുലു ഇംറഅതഹു ഇലാ ഫിറാശിഹി ഫഅബത് അൻ തജീഅ ഫബാത ഗദബാൻ ലഅനതഹൽ മലായികതു ഹത്താ തുസ്ബിഹ. ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് ലൈംഗിക ബന്ധം. ഭാര്യാഭർത്താക്കന്മാരുടെ ജീവിതത്തിൽ എല്ലാം അതല്ലെങ്കിലും ആ മേഖലയിൽ താളം തെറ്റിയാൽ കുടുംബജീവിതം താളം തെറ്റും ഉറപ്പാണ്. അതുകൊണ്ട് ഭർത്താവിനോട് കടമകൾ പഠിപ്പിച്ച ഇസ്ലാം പെണ്ണിനോടും പറഞ്ഞു, ഇദാ ദഅ റജുലു ഇംറഅതഹു, ഒരു ഭർത്താവ് തന്റെ ഭാര്യയെ തന്റെ വിരിപ്പിലേക്ക് സഹശയനത്തിന് വേണ്ടി ക്ഷണിച്ചിട്ട് ഫഅബത്, അവൾ വിസമ്മതം പ്രകടിപ്പിച്ചു, അൻ തജിയ, അയാളുടെ ഇംഗിതത്തിന് വഴങ്ങിക്കൊടുക്കാതെ അകാരണമായിട്ടൊരു പെണ്ണ് വിസമ്മതിക്കുകയാണെങ്കിൽ അങ്ങനെ ഫബാത ഗദബാൻ, ഈ ഭർത്താവ് ആ രാത്രി കോപിഷ്ഠനായിക്കൊണ്ടാണ് കഴിച്ചു കൂട്ടുന്നതെങ്കിൽ ലഅനതഹൽ മലായികതു ഹത്താ തുസ്ബിഹ, പ്രഭാതം പുലരുവോളം അല്ലാഹുവിന്റെ മലായികത്തുകൾ ഈ പെണ്ണിനെ ശപിക്കുക തന്നെ. മലക്കുകളെ ശാപം ഉണ്ടാവുന്നു. ഭർത്താവ് വിളിച്ച ഇംഗിതത്തിന് വഴങ്ങിക്കൊടുക്കാതെ അകാരണമായിട്ട് എന്തെങ്കിലും കാരണം ഉണ്ടെങ്കിൽ അത് അള്ളാഹു അറിയുന്നവനാണ്. ഭർത്താവ് അത് അറിയണം, മനസ്സിലാക്കണം. അതൊന്നുമില്ലാതെ വെറുതെ ഒരു വാശി ആ നിലക്ക് മാറിക്കിടക്കുകയും അതല്ലെങ്കിൽ ആ നിലക്ക് ഇംഗിതത്തിന് വഴങ്ങിക്കൊടുക്കാതിരിക്കുകയും ചെയ്താൽ, അങ്ങനെ ഭർത്താവ് കോപിച്ചുകൊണ്ടാണ് രാത്രി കഴിച്ചു കൂട്ടുന്നതെങ്കിൽ പ്രഭാതം പുലരുവോളം അള്ളാഹുവിന്റെ മലായികത്തുകൾ ഈ പെണ്ണിനെ ശപിക്കുന്നതാണ് അള്ളാഹുവിന്റെ റസൂൽ പറയുന്നത്. അത് വളരെ ഗുരുതരമാണ്, വളരെ ഗുരുതരമായ ഒരു സംഗതിയാണ്. ഇത്രത്തോളം ഇസ്ലാം പറഞ്ഞില്ലേ, ഒരു പെണ്ണ് സുന്നത്ത് നോമ്പെടുക്കുകയാണെങ്കിൽ ഫർള് നോമ്പെടുക്കാൻ ഭർത്താവിന്റെ സമ്മതവും അതുപോലെ തന്നെ അനുവാദമൊന്നും കാത്തു നിൽക്കേണ്ടതില്ല. അതേ അവസരത്തിൽ ഭർത്താവ് സ്ഥലത്തുണ്ടായിരിക്കെ ഒരു പെണ്ണ് ഐച്ഛികമായ സുന്നത്തായ ഒരു നോമ്പെടുക്കുകയാണെങ്കിൽ പോലും ഈ ഭർത്താവിന്റെ സമ്മതം ആരാഞ്ഞേ പറ്റൂ. ലാ യഹില്ലു ലിംറഅത്തിൻ, ഒരു പെണ്ണിന് ഹലാലല്ല, ഒരു പെണ്ണിന് അനുവദിക്കപ്പെട്ടതല്ല. അൻ തസൂമ, അവൾ നോമ്പെടുക്കൽ, സുന്നത്ത് നോമ്പെടുക്കൽ അവൾക്ക് പറ്റില്ല. ഏത് സ്ഥിതിയിൽ വസൗജുഹാ ഷാഹിദുൻ, അവളുടെ ഭർത്താവ് സ്ഥലത്തുണ്ടെങ്കിൽ ഇല്ലാ ബിഇദ്നിഹി, അയാളുടെ പെർമിഷൻ വാങ്ങിയിട്ടല്ലാതെ സുന്നത്ത് നോമ്പെടുക്കൽ വരെ ഒരു പെണ്ണിന് ഹലാലല്ല. എന്താ കാരണം? അവിടെ സുന്നത്ത് നോമ്പെടുക്കാതെ ഇരിക്കലാണ് അവൾക്ക് നല്ലത്. അങ്ങനെ ഭർത്താവ് അങ്ങനെ പറയണെന്ന് നോമ്പെടുക്കണ്ട, ശരി എന്നാ വേണ്ട. അതാണ് ഇസ്ലാം അവരോട് പറയുന്നത്. അപ്പൊ അത്രത്തോളം അവർക്ക് ഇങ്ങോട്ടും കടമകളുണ്ട്. ഈ നിലക്ക് രണ്ടു കൂട്ടരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള കടമകൾ ഇസ്ലാം പറഞ്ഞിരിക്കുകയാണ്. ഇതെല്ലാവരും എനിക്ക് കിട്ടേണ്ടത് മാത്രം ചിന്തിച്ചാൽ പോരാ, കൊടുക്കേണ്ടതും ചിന്തിക്കണം, അവരും ചിന്തിക്കണം, ഇവരും ചിന്തിക്കണം. അപ്പൊ സമാധാനം ഉണ്ടാവും. രണ്ടു കൂട്ടരും ചിന്തിക്കേണ്ട കാര്യങ്ങളുടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വിട്ടുവീഴ്ചയും കുറ്റപ്പെടുത്താതിരിക്കുക, വിശ്വാസ്യത നഷ്ടപ്പെട്ടാതിരിക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള കുടുംബങ്ങളെ കുറ്റപ്പെടുത്താതിരിക്കുക. ഞാൻ പറയാം, ഭാര്യന്റെ കുടുംബങ്ങളൊക്കെ എന്റെ തന്തിയും തള്ളിയും കുടുംബമൊക്കെ പോക്കാ. അപ്പൊ തിരിച്ചിങ്ങോട്ടും വരില്ലേ, നിങ്ങളെ വാപ്പിയും ഈ കുടുംബങ്ങളൊക്കെ പോക്കെന്നെ എനിക്ക് വണ്ടേ അറിയാറിഞ്ഞാലോ, പിന്നെ പ്രശ്നമായി. അങ്ങോട്ടും പറയും ഇങ്ങോട്ടും പറയും. വേണ്ട, ആദരിക്കണം. ഒരു ഭാര്യയെ സംബന്ധിച്ചിടത്തോളം ആ പെണ്ണിന്റെ ഭർത്താവിന്റെ ബാപ്പ സ്വന്തം ബാപ്പന്റെ സ്ഥാനത്താ. ഒരു ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം തന്റെ ഭാര്യയുടെ ഉപ്പയെ സ്വന്തം ഉപ്പയായി കാണണം, ഭാര്യയുടെ ഉമ്മയെ സ്വന്തം ഉമ്മയായി കാണണം, തിരിച്ചിങ്ങോട്ടും കാണണം. ഇന്ന് അതൊന്നുമില്ല. എന്നാ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവര്, അത് നിന്റെ തറവാട് അങ്ങനെ തന്നെ. നിങ്ങളെ തറവാട് ഇത്ര ഭയങ്കര ഉഷാറ് തറവാടല്ലേ, ഇങ്ങോട്ടും തിരിച്ചടി. പിന്നെന്തായി? പിന്നീട് കുട്ടികൾ ഇങ്ങനെ കേൾക്കുന്നേ പരസ്പരമാ ഇങ്ങനെ കുട്ടികൾ ഇങ്ങനെ എണ്ണല, ആരാ ഗോളടിച്ച് കുട്ടികൾ പിന്നെ റഫറി ആയിട്ട് മാറിക്കേണ്ടി വരും അല്ലേ? ഇത് കലങ്ങിയ അന്തരീക്ഷമാണ്, സമാധാനമില്ലാത്തൊരു അന്തരീക്ഷമായി മാറും. അതുകൊണ്ട് ഇസ്ലാം പറഞ്ഞു പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ രണ്ടു കൂട്ടരിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും കടമകളുമുണ്ട്, കടപ്പാടുകളുമുണ്ട്, സൂക്ഷിക്കണം എന്നാണ്. സംസാരിക്കുമ്പോൾ സൂക്ഷിക്കണം. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വാചകങ്ങൾ വരുമ്പോ നിസ്സാരമായ പ്രശ്നത്തിന് മുഖം വീർപ്പിച്ച് നടക്കുന്നതിന് പകരം എന്ത് ചെയ്യുക, പരസ്പരം പറഞ്ഞു തീർക്കുക. ചെറിയ പ്രശ്നം ഇങ്ങനെ വലുതായാണ് പൊട്ടും, അതിന് ഇടം കൊടുക്കണ്ട, ഒന്നാണ് കുറഞ്ഞു കൊടുക്കുക. ശരി, സമാധാനമല്ലേ കിട്ടാൻ പോകുന്നത്.
ശാന്തിയല്ലേ കിട്ടാൻ പോകുന്നത്? അള്ളാഹുവിന്റെ റസൂൽ എത്രയാ ക്ഷമിച്ചത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്രയാ ക്ഷമിച്ചത്? റസൂലുള്ളാഹിയുടെ ഭാര്യമാരാണ്, നമ്മുടെ ഉമ്മമാരാണ്, ഒക്കെ ശരിയെന്നെ. പക്ഷെ പെണ്ണെന്നല്ലേ? റസൂലുള്ളാഹിക്ക് ഒന്നിലേറെ ഭാര്യമാരുണ്ടായിരുന്നല്ലോ. ഒരു ഭാര്യന്റെ വീട്ടിൽ നിന്ന് റസൂലുള്ളാഹിക്ക് ഒരാൾ ഭക്ഷണം കൊണ്ടുവന്നു കൊടുത്തു. മറ്റേ ഭാര്യക്ക് പിടിച്ചില്ല. മറ്റേ ഭാര്യ ഈ പാത്രം അടക്കം ഒരൊറ്റ തട്ട. എന്തേ? അങ്ങേപ്പുറത്തുനിന്നാ ഭക്ഷണം കൊടുക്കുന്നത്. അങ്ങേപ്പുറത്തുനിന്ന് പുതിയാപ്പിളക്ക് മറ്റേ ഭാര്യ ഈ ഭാര്യയെ പോലെ അവകാശമുള്ള ആളെങ്ങനെയൊന്നും ചിന്തിക്കുന്നില്ല. സ്വാഭാവികമാണല്ലോ, മനുഷ്യന്മാർക്ക് ഉണ്ടാകുന്നതാണ്. ആരും കുറ്റപ്പെടുത്തിയിട്ട് കാര്യം, അതൊക്കെ ഉണ്ടാകും, ഒക്കെ ഉണ്ടാകുന്നതാണ്, തെറ്റല്ലത്, മനുഷ്യ സഹജമാണത്. അവങ്ങോട്ട് കൊണ്ടുവന്നപ്പോ ദേഷ്യം പിടിച്ചു ഒറ്റ തട്ട. പാത്രാണ് വീണിട്ടാണ് ചെതറീന. നമ്മളാണെങ്കിലോ കൊടുക്കൂലൊന്നും, ഒറ്റ നാൾ കൊടുത്തിട്ട് ബാക്കിയാ പിന്നെ കാര്യങ്ങൾ, അല്ലേ? അല്ലാഹുവിന്റെ റസൂൽ എന്താ ചെയ്യുന്നത്? എന്താ ആയിഷ ചെയ്തത്? മോശല്ലേ? നബി തന്നെയാണ് കുനിഞ്ഞിരുന്നിട്ട് ആ പൊട്ടിപ്പൊളിഞ്ഞ പാത്രമൊക്കെ കൈകൊണ്ട് ഇങ്ങനെ പെറുക്കിയെടുത്ത് ഭക്ഷണത്തിന്റെ അവശിഷ്ടങ്ങളൊക്കെ കൈകൊണ്ട് വടിച്ചെടുത്ത് അതങ്ങോട്ട് മാറ്റി വെച്ചിട്ട് പറഞ്ഞു, ആയിഷ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല, മോശല്ലേ, അതൊക്കെ ഒന്ന് ക്ഷമിക്കണ്ടേ? പറയാൻ കഴിയുമോ നമുക്ക്? നോക്കൂ നിങ്ങൾ, അല്ലാഹുവിന്റെ റസൂലിന്റെ ക്ഷമ എന്തൊരു മുത്ത്, എന്തൊരു ഏറ്റവും വലിയ മാതൃക. നമുക്ക് പറയാനല്ലേ കഴിയൂ, പ്രസംഗിക്കാനല്ലേ കഴിയൂ, എഴുതാനല്ലേ കഴിയൂ. അല്ലാഹുവിന്റെ റസൂൽ ഈ ലോകത്ത് ഒരുപാട് ഭാര്യമാരുള്ള വ്യക്തിത്വമായിരുന്നു. പക്ഷേ എല്ലാ ഭാര്യമാരോടും നീതി പാലിച്ച മുഹമ്മദ് മുസ്തഫ. ആ വിഷയത്തിൽ പെണ്ണുങ്ങൾക്കൊരു പരാതി അല്ലാഹുവിന്റെ റസൂലിനെ സംബന്ധിച്ച് ഉണ്ടായിട്ടേ ഇല്ല. അതിനാർക്കും കഴിയൂല, അതിന് നമുക്ക് കഴിയൂല. അല്ലാഹുവിന്റെ റസൂലിന്റെ പവറാണ്. അവിടുത്തേക്ക് അല്ലാഹു നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹമാണത്. അല്ലാഹുവിന്റെ മഹനീയമായ കാരുണ്യം ഒന്നുകൊണ്ട് മാത്രം ലിൻതലഹും, ഭാര്യമാരടക്കമുള്ള മുഴുവൻ വിശ്വാസികളോടും നബിയെ നിങ്ങൾ വളരെ മാന്യമായ പെരുമാറിയത്. വലൗ കുന്ത ഫള്ളൻ, നിങ്ങളെങ്ങാനും പരുക്കനായിരുന്നുവെങ്കിൽ, പരുഷ സ്വഭാവിയായിരുന്നുവെങ്കിൽ, കഠിന ഹൃദയനായിരുന്നുവെങ്കിൽ, ലം ഫള്ളൂ മിൻ ഹൗലിക, നിങ്ങളുടെ ചുറ്റുഭാഗത്തു നിന്നും മുഅ്മിനീങ്ങൾ എന്നോ കൂടൊഴിഞ്ഞു പോകുമായിരുന്നു. അത് റസൂലുള്ളാഹിയുടെ പവറാണ്, പടച്ചവൻ കൊടുത്ത ഏറ്റവും വലിയ അനുഗ്രഹമാണ് സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം. ആലോചിച്ച് നോക്കുക, അത് നമുക്ക് കഴിയില്ല. പക്ഷേ നമ്മൾ കഴിവിന്റെ പരമാവധി സഹിക്കണം, ക്ഷമിക്കണം, വിട്ടുവീഴ്ച ചെയ്യണം. ആ നിലക്കാണ് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നത്. പിന്നെ രണ്ടു കൂട്ടരോട് ഇസ്ലാം പറഞ്ഞു, എന്ത്? നിങ്ങൾ ഒരിക്കലും രതിരഹസ്യങ്ങൾ പുറത്തു പറയാൻ പാടില്ല. ഒരു കടമയാണ്, രണ്ടു കൂട്ടർക്കുള്ള കടമയാണ്. വിവാഹമൊക്കെ കഴിഞ്ഞിട്ട് ആദ്യ രാത്രി കഴിഞ്ഞ് ഇങ്ങനെ പുറത്തിറങ്ങിയിട്ട് കലുങ്കുമ്പലിരുന്നിട്ട് റൂമിലിരുന്നിട്ടൊക്കെ ചെക്കന്മാരും ചെറുക്കന്മാരും ഒക്കെ കൂടിയിട്ട് ഇങ്ങനെ ആഘോഷിക്കുക. എന്താ, എങ്ങനെ ഉണ്ടായിരുന്നു എന്നാണ്. എന്തെങ്ങനെ ഉണ്ടായിരുന്നു വിശദീകരിക്കുക. ആദ്യ രാത്രി എന്തായിരുന്നു, അങ്ങനെയായിരുന്നു, ഇങ്ങനെയായിരുന്നു, രതിരഹസ്യങ്ങൾ അങ്ങോട്ട് കൊണ്ട് പറയുക. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് എന്താണെന്നറിയോ? പരസ്യമായി വഴിയിൽ വെച്ച് ശൈത്താനും തമ്മിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിന് സമാനമാണിത്. വളരെ മോശപ്പെട്ട പണിയാണിത് എന്നാണ്. എന്ത്? തന്റേതായ ജീവിതത്തിന്റെ സ്വകാര്യ നിമിഷങ്ങൾ മറ്റൊരാളോട് പങ്കുവെക്കുക പാടില്ല. പെണ്ണുങ്ങൾ പെണ്ണുങ്ങളോടും പറഞ്ഞു ചിരിക്കാൻ പാടില്ല, ആണുങ്ങൾ ആണുങ്ങളോടും ചിരിക്കാൻ പാടില്ല. സ്വകാര്യമായി തന്നെ ഇരിക്കട്ടെ, അങ്ങനെ തന്നെ ഇരിക്കട്ടെ. അതൊരാളോട് പങ്കുവെക്കാനുള്ളതല്ല, അത് നിനക്ക് നിന്റെ ഇണയുമായി പങ്കുവെക്കാനുള്ളതാണ്. ആ നിമിഷങ്ങൾ ഒരാൾക്കും നീ പകുത്തു കൊടുക്കാൻ പാടില്ല. അത് പരസ്യപ്പെടുത്തുന്നത് വമ്പിച്ച തെറ്റാകുന്നു, ശാപമുള്ള സംഗതിയാകുന്നു എന്ന് അല്ലാഹുവിന്റെ റസൂൽ മുന്നറിയിപ്പ് നൽകി. പാടില്ല സുഹൃത്തുക്കളെ. അപ്പോ ദാമ്പത്യമായ ജീവിതത്തിൽ ഓരോരുത്തരും കടമകൾ മനസ്സിലാക്കുക, കടപ്പാടുകളും ചിന്തിക്കുക. അതിലൂടെയാണ് നമുക്ക് സമാധാനമുണ്ടാകുന്നത്. അതിലൂടെ മാത്രമാണ് ശാന്തി ഉണ്ടാവുക. അതിലൂടെ മാത്രമാണ് നമുക്ക് അല്ലാഹുവിന്റെ റസൂല് വിശേഷിപ്പിച്ചിട്ടുള്ള ഇസ്ലാമികമായ നിലക്കുള്ള ഒരു ജീവിതം ഉണ്ടാവുക. അതേ അവസരത്തിൽ നന്ദികേട് കാണിച്ചാലോ? അല്ലാഹുവിന്റെ റസൂല് ഒരിക്കൽ നിസ്കാരം കഴിഞ്ഞിട്ട് ഗ്രഹണ നിസ്കാരം നിർവഹിച്ചു കഴിഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, ഞാൻ നരകം കണ്ടു. നരകം കണ്ടപ്പോൾ ഞാൻ നരകം കണ്ടു. ഇത്ര മോശകരമായ രംഗം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. സഹിക്കാനാവുന്നതിലപ്പുറമുള്ള കാഴ്ചയാണ് ഞാൻ നരകത്തിൽ കണ്ടത്. നരകത്തിയിലെ ബഹുഭൂരിപക്ഷം ആളുകളെയും ഞാൻ കണ്ടത് അന്നിസാ, പെണ്ണുങ്ങളെയാണ് ഞാൻ നരകത്തിൽ കൂടുതൽ കണ്ടത്. സഹാബികൾക്ക് പേടിയായി. സഹാബ പെണ്ണുങ്ങൾ പേടിച്ചു വരച്ചിട്ട് റസൂലുള്ളാഹിനോട് ചോദിക്കുന്ന, ബിമയാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ എന്തുകൊണ്ടാണ്? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ബികുഫ്രിഹിന്ന, അവർ നന്ദി കേട് കാണിച്ചത് മുഖേനയാണ്.
ഉടനെ ചോദ്യം വന്നു, യക്ഫുർന ബില്ലാഹ്, അവരെ അല്ലാഹുവിൽ അവിശ്വസിച്ചത് കൊണ്ടാണോ, അല്ലാഹുവിനോട് നന്ദികേട് കാണിച്ചത് കൊണ്ടാണോ? ഉടനെ റസൂലുള്ളാഹിയുടെ മറുപടി, അല്ല, യക്ഫുർനൽ അശീർ, അവർ കുടുംബ ബന്ധത്തിൽ പാലിക്കേണ്ട നന്ദി പാലിക്കാതെ നന്ദികേട് കാണിക്കുന്നു. വയക്ഫുർനൽ ഇഹ്സാൻ, ഇവർക്ക് വേണ്ടി ഭർത്താവ് ചെയ്തിട്ടുള്ള നന്മകളെയൊക്കെ അവർ നിഷേധിക്കുന്ന പെണ്ണുങ്ങൾ. എന്നിട്ട് റസൂലുള്ള പറയുന്നു, ലൗ അഹ്സൻത ഇലാ യഹ്ദാഹുന്ന ദഹ്റ, കല്യാണം കഴിഞ്ഞ് കാലഘട്ടം മുഴുവൻ നീ ഒരു പെണ്ണിന് വേണ്ട എല്ലാ നല്ല കാര്യങ്ങളും ചെയ്തു കൊടുത്തു. സുമ്മ റഅത് മിൻക ശൈആ, പിന്നെ അവളെന്തോ ഒരു കാര്യം നിന്നിൽ നിന്ന് കണ്ടു, അഥവാ എല്ലാ കാര്യവും നീ അവൾക്ക് വേണ്ടി ചെയ്തു കൊടുത്തു. ഏതോ ഒരു കാര്യം അവൾ നിന്നോട് ആവശ്യപ്പെട്ടപ്പോ നിനക്കത് ചെയ്യാൻ സാധിച്ചില്ല, നീ അത് ചെയ്യാതെ വന്നപ്പോ ഈ നന്ദി കെട്ട പെണ്ണ് ഇതുവരെ കിട്ടിയ നിയമത്തൊക്കെ തള്ളിക്കളഞ്ഞുകൊണ്ട് ആ പെണ്ണ് നിന്നോട് പറഞ്ഞു, മാ റഅയ്തു മിൻക ഖൈറൻ ഖത്തു, നിങ്ങളിൽ നിന്ന് കല്യാണം കഴിഞ്ഞിട്ട് നിങ്ങളെ കണ്ടതിന് ശേഷം ഒരു ഖൈറും ഞാൻ ഇന്നേവരെ കണ്ടിട്ടില്ല എന്ന് പറയുന്ന പെണ്ണുങ്ങൾ. എല്ലാം ചെയ്തു കൊടുത്തു, ഏതോ ഒരു കാര്യം ഈ പെണ്ണ് ചോദിച്ചാൽ ഈ ഭർത്താവിന് ചെയ്യാൻ പറ്റിയില്ല. അതിന്റെ പേരിൽ കിട്ടിയ നന്മകളെ മുഴുവൻ മുഖത്തേക്ക് അടിച്ചിക്കുന്ന രൂപത്തിൽ നിങ്ങളിൽ നിന്ന് ഒരു ഖൈറും ഇന്നേവരെ നിങ്ങൾ എന്നെ കെട്ടിക്കൊണ്ടുവന്നതിന്റെ ശേഷം കണ്ണീരല്ലാതെ ഞാൻ കുടിച്ചിട്ടില്ല എന്ന് പറയുന്ന പെണ്ണുങ്ങളില്ലേ? ഒരു നന്മയും ഞാൻ കണ്ടിട്ടില്ല എന്ന് പറയുന്ന നിലക്ക്, മുഖത്തടിക്കുന്ന നിലക്ക് എല്ലാ നന്മകളെയും നിഷേധിക്കുന്ന പെണ്ണുങ്ങൾ, അവരെയാണ് ഞാൻ കൂടുതൽ നരകത്തിയിൽ കണ്ടതെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. സൂക്ഷിക്കണം സുഹൃത്തുക്കളെ, സഹോദരിമാരെ. അപ്പോ ഓരോരുത്തരും ഈ കേട്ട ബാധ്യതകളുടെയും കടമകളുടെയും കടപ്പാടുകളുടെയും ആ നിലക്ക് കൃത്യമായി സമീപിച്ചുകൊണ്ട് അങ്ങനെ തന്നെ പരസ്പരം കൊണ്ടും കൊടുത്തും സഹായിച്ചും സഹകരിച്ചും മറന്നും അതുപോലെ തന്നെ പൊറുത്തും പൊരുത്തപ്പെട്ടും പൊരുത്തപ്പെടിച്ചും സ്നേഹിച്ചും സ്നേഹിക്കപ്പെട്ടും ആദരിച്ചും ആദരിക്കപ്പെട്ടും ബഹുമാനിച്ചും ബഹുമാനിക്കപ്പെട്ടുമൊക്കെ ജീവിക്കുക. അപ്പോൾ സമാധാനമുണ്ടാകും. അതിലൂടെയാണ് സമാധാനമുണ്ടാവുക, അതിലൂടെയാണ് ശാന്തി ഉണ്ടാവുക. ഇല്ലെങ്കിൽ എന്നും കുറ്റപ്പെടുത്തലുകളും വഴക്കും വക്കാണവും അസമാധാനവും അരക്ഷിതാവസ്ഥയും നരകതുല്യമായൊരു ജീവിതവുമായിരിക്കും. അതുകൊണ്ട് സമാധാനത്തിന്റെ സന്ദേശമായി ഇസ്ലാം പറഞ്ഞ നിയമങ്ങൾ ഭാര്യ ഭർത്താവിനോടും പാലിക്കുക, ഭർത്താവ് ഭാര്യയോടും പാലിക്കുക. സമാധാനമുണ്ടാകും. തീർച്ചയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സമാധാനം കളിയാടുന്ന ഒരു ദാമ്പത്യ ജീവിതം, ഒരു കുടുംബാന്തരീക്ഷം നമുക്കെല്ലാവർക്കും നൽകി നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.